വെൽക്കം ടു ഏറിസ് വ്ളോഗ്സ്. ഇന്ന് ദ 3 Ls ഓഫ് എംപവർമെൻറ്റ് ക്രിസ്റ്റീൻ ലഗാഡയുടെ സ്പീച്ചിലെ മെയിൻ പോയിൻറ്റ്സ് പറയാം. ഹൂ വാസ് ക്രിസ്റ്റീൻ ലഗാഡെ? ആരായിരുന്നു ക്രിസ്റ്റീൻ ലഗാഡെ? ഫ്രാൻസിലെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, ധനകാര്യമന്ത്രി. അവരൊരു അഭിഭാഷകയുമായിരുന്നു, പൊതുപ്രവർത്തകയായിരുന്നു. അപ്പം അവർ നോക്കിക്കാണുന്നത് ലോകത്ത് വരുന്ന മാറ്റങ്ങളാണ്, ഡെവലപ്മെൻറ്റ്, ചേഞ്ചസ്. അതിൽ സ്ത്രീകൾക്കുള്ള പങ്കിനെക്കുറിച്ച്, അവർക്ക് കൊടുക്കേണ്ട ശാക്തീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോക പുരോഗതി എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഘടകം എക്കണോമിക് ഡെവലപ്മെൻറ്റാണ്, ധനപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതിൽ എല്ലാ ജനങ്ങളും ഒരുപോലെ പങ്കെടുക്കണം, എങ്കിൽ മാത്രമേ അത് ഉന്നമനത്തിലെത്തുള്ളൂ. അപ്പോൾ ലോക ജനസംഖ്യയിൽ നോക്കുകയാണെങ്കിൽ 50%, ഏകദേശം 50% സ്ത്രീകളാണ്. പക്ഷേ ഒരു 50% പ്രവർത്തനം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഈ ഒരു പുരോഗതിക്ക്, എക്കണോമിക് പുരോഗതിക്ക് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രതിശീർഷക വരുമാനം കൂട്ടാൻ അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനായി നമ്മൾ അവസരങ്ങളുടെ വാതിലുകൾ അവരുടെ മുമ്പാകെ തുറന്നിടണം, അവരെ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഇതിനെയാണ് എന്തു പറയുന്നത്? എംപവർമെൻറ്റ് ഓഫ് വിമൻ. ഇവിടെയാണ് 3 Ls പ്രസക്തമാകുന്നത്: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്നത്. 3L എന്നുള്ളതിൽ ആദ്യത്തെ L നോക്കാം. അത് ലേണിംഗ് ആണ്, അതായത് വിദ്യാഭ്യാസം, പഠനം. സോ എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഡെവലപ്മെൻറ്റ്. എല്ലാ ഉന്നമനത്തിൻ്റെയും എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും ആദ്യത്തെ പടി തന്നെ വിദ്യാഭ്യാസമാണ്. അത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും ആവാം. അങ്ങനെയാണ് വിദ്യാഭ്യാസം നേടിയാൽ തന്നെ ഒരു ആത്മവിശ്വാസം വരുന്നു, അങ്ങനെ അവർ മെയിൻ സ്ട്രീമിൽ എത്തുന്നു. ഒരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്, എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു പുരുഷനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നേരെ മറിച്ച് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു ഗ്രാമത്തെയാണ് വളർത്തിയെടുക്കുന്നത്. കാരണം എന്താ? ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അധ്യാപിക അമ്മ തന്നെയാണല്ലോ. അതിലൂടെയാണ് തലമുറകളായിട്ട് വിദ്യാഭ്യാസം എന്ന ആശയം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. സെക്കൻഡ് L സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ നൽകുക. പ്രൊവൈഡ് ദം ലേബർ ഫെസിലിറ്റീസ്. അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ നൽകുക. അതെന്താണ്? അവരുടെ സ്വന്തം കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവുകൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അവർ മെച്ചപ്പെടും. അതോടൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യവും കിട്ടും, എക്കണോമിക് ഇൻഡിപെൻഡൻസ് കിട്ടും. അങ്ങനെ അവർ ലോകത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് കാരണമാകും. തൊഴിൽ മേഖലയിലെ പ്രസൻറ്റ് കണ്ടീഷനെക്കുറിച്ച്, അപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. എപ്പോൾ? 2014 ഈ സ്പീച്ച്. അക്കാലത്ത് അവസ്ഥയെക്കുറിച്ച് എന്തായിരുന്നു? സ്ത്രീകളുടെ ഭാഗത്ത്, സ്ത്രീകളെ സംബന്ധിച്ച് ലോ പേയ്മെൻറ്റ്, വളരെ കുറഞ്ഞ പേയ്മെൻറ്റേ ഉള്ളൂ ഒരേ ജോലിക്ക്. ലോ സ്റ്റാറ്റസ്, പുരുഷന്മാർക്കുള്ള ഒരു മാന്യതയോ ആ തൊഴിലിനുള്ള ബഹുമാനമോ അവർക്ക് കിട്ടിയിരുന്നില്ല. ലോ സെക്യൂരിറ്റി എന്ന സുരക്ഷിതത്വത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് ജോലി ചെയ്താലും പുരുഷന്മാർക്ക് കിട്ടുന്നതിൻ്റെ 3/4 വേജസ്, വരുമാനം മാത്രമേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവരന്ന് പറഞ്ഞതാണ്, സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ്, ഹെൽത്ത് ഫെസിലിറ്റീസ്, ആരോഗ്യത്തിന് വേണ്ടിയുള്ള സുരക്ഷയും സംവിധാനങ്ങളും പുരോഗമിപ്പിക്കണം, മെച്ചപ്പെടുത്തണം എന്നും അവർ പറഞ്ഞിരുന്നു. ദ 3rd L ലീഡർഷിപ്പ്. അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും സഹാനുഭൂതി നിറഞ്ഞതും പിന്നെ സസ്റ്റെയിനബിൾ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ്, ഒരുപാട് കാലം നിലനിൽക്കാവുന്നതുമായ, അതായത് നല്ല വീണ്ടുവിചാരമുള്ള രീതിയിലായിരിക്കും അവരുടെ തീരുമാനങ്ങൾ, കൺസിഡറേറ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക, അത് സുഖകരമായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു വരിക, എന്നിട്ട് അവരുടെ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ കഴിവ് തെളിയിക്കുക. ഇതിന് സമൂഹം എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ബി എൻകറേജ് വിതൗട്ട് എനി പ്രെജുഡൈസസ്. പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ മുൻധാരണകളൊന്നുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് നേതൃനിരയിലേക്ക് കൊണ്ടുവരിക.